ഹരി ഓം. ഇന്ന് നമുക്ക് ഒരു ദാമോദര സ്തുതിയോടെ നാരായണീയം ആരംഭിക്കാം. യശോദയാ ഗാഢമുലൂകലേന ഗോകണ്ഠപാശേന നിബധ്യമാന രുരോദമന്ദം നവനീതഭോജി ഗോവിന്ദ ദാമോദര മാധവേദി നിജാംഗണേ കങ്കണകേളിലോലം ഗോപീഗൃഹീത്വാ നവനീതഗോളം ആമർദയൻ പാണിതലേന നേത്രേ ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദര മാധവേദി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 47 ഉലൂഖലബന്ധനം. വൃത്തം രഥോദ്ധത. ശ്ലോകം 1. ഏകദാദധി വിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപഭിവാൻ പയോധരോ. ഒരിക്കൽ കൂടി. ഏകദാദധി വിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപഭിവാൻ പയോധരോ. ഏകഥ ഒരിക്കൽ. ദധി വിമാധകാരിണീം. ദധി തൈര്. വിമാധകാരിണീം തൈര് കടയുന്നവളായ. മാതരം സമുപസേദിവൻ അമ്മയുടെ സമീപത്തെ പ്രാപിച്ച് അങ്ങ് അമ്മയുടെ സമീപത്ത് പതുക്കെ ചെന്ന് സ്തന്യലോലുപതയാ സ്തന്യം പാനം ചെയ്യാനുള്ള ആഗ്രഹത്താൽ നിവാരയൻ നിവാരണം ചെയ്ത് തൈര് കടയുന്നത് തടഞ്ഞിട്ട് അംഗമേത്യ മടിയിൽ കയറിയിരുന്നിട്ട് പപ്പിവാൻ പയോധരോ സ്തന്യം നുകരാൻ തുടങ്ങി. ശ്ലോകാർത്ഥം. ഒരിക്കൽ അങ്ങ് ഹേ കൃഷ്ണ സ്തന്യപാനം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് തൈര് കടഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ മടിയിൽ കയറി തൈര് കടയുന്നത് തടഞ്ഞുകൊണ്ട് സ്തന്യപാനം ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ, അതായത് ശ്രീകൃഷ്ണന്റെ 3-ാമത്തെ വയസ്സിൽ ഒരു കാർത്തിക മാസത്തിൽ വ്രജത്തിലേവരും ഇന്ദ്രയാഗത്തിനായി യത്നിച്ചുകൊണ്ടിരിക്കെ യശോദാദേവി ഗൃഹത്തിൽ തൈര് കടയാൻ തുടങ്ങുകയായിരുന്നു. ഭഗവാൻ തന്നെയായ സ്വപുത്രന്റെ ലീലാവിലാസങ്ങളോർത്ത് കണ്ണന്റെ യശസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് പതുക്കെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു യശോദ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത്. സ്വപുത്രനിലുള്ള ഭക്തിഭാവവും സ്നേഹവായ്പും ആ അമ്മയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കെ ഇതൊക്കെ അറിയാവുന്ന കണ്ണൻ തൈര് കിടയുന്നത് തടഞ്ഞ് പതുക്കെ ആ അമ്മയുടെ മടിയിൽ കയറി സ്തന്യപാനം ചെയ്യാൻ തുടങ്ങി. ശ്ലോകം 2. അർദ്ധപീതകുജകുട്മളേ ത്വയി സ്നിഗ്ധാസമധുരാനനാംബുജേ ദുഗ്ധമീശദകനെ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ. ഒരിക്കൽ കൂടി. അർദ്ധപീതകുജകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദകനെ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ. അർദ്ധപീത കുജകുട്മളേ ത്വയി. കണ്ണൻ ആ മുലമുട്ട് കുടിച്ച് പാതിയായപ്പോൾ സ്നിഗ്ധഹാസ മധുരാനനാംബുജേ ആ മനോഹരമായ താമരമുഖത്ത് ഒരു പാൽ പുഞ്ചിരി വിടരവേ. ദുഗ്ധം പാല്. ഈശ ഹേ ഈശ്വര ഭഗവാനേ,
ദഹനേ പരിശ്രുതം, തീയിലേക്ക് പതഞ്ഞൊഴുകുന്നതിനാൽ, പതഞ്ഞൊഴുകുന്നത് കണ്ടിട്ട്, ദർത്തും ഇളക്കാൻ, ആശു ജനനീ ജഗാമതേ, പെട്ടെന്ന് ആ അമ്മ പോയി എത്രേ. ശ്ലോകാർത്ഥം: അലയോ ഭഗവാനേ കൃഷ്ണ, അങ്ങ് ആ മുലമൊട്ട് കുടിച്ച് പാതിയായപ്പോൾ ആ മുഖാരവിന്ദത്തിൽ ഒരു പാൽ പുഞ്ചിരി വിടർന്നുകൊണ്ടിരിക്കെ പതഞ്ഞു പൊങ്ങി തീയിലേക്ക് വീണൊഴുകുന്ന പാൽ ഇളക്കുവാനായി അമ്മ പെട്ടെന്ന് തന്നെ പോയി. മാതാവിന്റെ മുക്തഭാവത്തിൽ സ്ഫുരിച്ച ഭഗവത് സാരൂപ്യം അമ്മയ്ക്ക് പൂർണ്ണമായി അനുഭവവേദ്യമാക്കാനാണ് കണ്ണൻ കടകോൽ പിടിച്ച് മാറ്റി ആ അമ്മയുടെ അംഗത്തിൽ കയറി സ്നേഹാമൃതം നുകർന്ന് ആ അമ്മയ്ക്ക് ആനന്ദാനുഭൂതി ആവോളം പകർന്നു നൽകാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അടുപ്പത്ത് വെച്ചിരുന്ന പാൽ തിളച്ചു വീഴുന്ന ശബ്ദം യശോദ ശ്രവിച്ചത്. ഉടനെ കണ്ണനെ ബലമായി മടിയിൽ നിന്ന് മാറ്റി തിളച്ചു പൊങ്ങുന്ന പാൽ ഇളക്കാനും ഇറക്കി വെക്കാനും യശോദ പോയി. ബ്രഹ്മാനന്ദത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ അമ്മ ഭൗതികതയിലേക്ക് വീണ്ടും പതിച്ചു. ശ്ലോകം 3. സാമീപീതരസഭംഗസംഗതാ ക്രോധഭാരപരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. സാമീപീതരസഭംഗസംഗതാ ക്രോധഭാരപരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. സാമീപീതരസഭംഗസംഗത, പാതി കുടിച്ച അമ്മിഞ്ഞപ്പാലിന്റെ രസം ഭംഗമായതിനാൽ തടസ്സപ്പെട്ടപ്പോൾ ക്രോധഭാരപരിഭൂതചേതസ, ക്രോധഭാരത്താൽ പരിഭവിച്ച മനസ്സോടെ മന്ദദണ്ഡം ഉപഗൃഹ്യ, മന്ദദണ്ഡം കടകോൽ, ആ കടകോൽ കൈക്കലാക്കി പാഠിതം ഹന്തദേവ ദധിഭാജനം ത്വയാ, അങ്ങയാൽ ആ തൈർക്കലം ഉടയ്ക്കപ്പെട്ടു, കഷ്ടം. ശ്ലോകാർത്ഥം: ഹേ ദേവാ കൃഷ്ണ, അമ്മിഞ്ഞപ്പാല് പാതി മാത്രം കുടിച്ചിരിക്കെ രസഭംഗം വന്നതിനാൽ ആ ക്രോധഭാരം കൊണ്ട് പരിഭവിച്ച മനസ്സുമായി അങ്ങ് കടകോലെടുത്ത് ആ തൈർക്കുടത്തെ ഉടച്ചു കളഞ്ഞു, കഷ്ടം. അമ്മിഞ്ഞ നുകർന്ന് അമൃതപാനം ആസ്വദിച്ചിരുന്ന തന്നെ ബലമായി അംഗത്തിൽ നിന്ന് മാറ്റിയപ്പോൾ കണ്ണന് ദേഷ്യം വന്നു. സങ്കടം കൊണ്ട് കരച്ചിലും വന്നു. കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. പിന്നെ കോപാവേശത്താൽ അമ്മ താഴെ വെച്ച ആ കടകോലെടുത്ത് ആ തൈർക്കലത്തെ ഉടനെ തകർത്ത് കളഞ്ഞു. ശ്ലോകം 4. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. ഒരിക്കൽ കൂടി. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. ഉച്ഛലധ്വനിതം ഉച്ചകൈസ്തദാ, അപ്പോൾ ഉച്ചത്തിൽ ഉയർന്നു പൊങ്ങിയ ശബ്ദം സന്നിശമ്യ ജനനീ സമാദൃത, കേട്ടിട്ട് ഓടിയെത്തിയ ആ അമ്മ ത്വദ് യശോ വിസരവത്, അങ്ങയുടെ കീർത്തി, യശസ് കീർത്തി വ്യാപനം ചെയ്ത പോലെ, വ്യാപിച്ചിരിക്കുന്നത് പോലെ, ദദർശസ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ, അപ്പോൾ തന്നെ ആ തൈര് നിലത്ത് പരന്നു കിടക്കുന്നതായി കണ്ടു. ശ്ലോകാർത്ഥം:
അപ്പോൾ ഉച്ചത്തിൽ ഉയർന്നു പൊങ്ങിയ ആ ശബ്ദം കേട്ട് ഓടിയെത്തിയ ആ അമ്മ അങ്ങയുടെ കീർത്തിപ്രസരം പോലെ തൈര് നിലത്ത് പരന്ന് വ്യാപിച്ചിരിക്കുന്നത് വേഗത്തിൽ തന്നെ കണ്ടു. കണ്ണൻ തൈർക്കലം ഉടച്ചപ്പോൾ ആ പാത്രത്തിലെ തൈര് നിലത്ത് അതിവേഗം ഒഴുകിപ്പരന്നു. ഭഗവാന്റെ യശസ് എങ്ങും അതിവേഗം പരക്കുന്നത് പോലെയാണത്രേ ആ തൂവെണ്മ നിറമാർന്ന തൈര് നിലത്താകെ അതിവേഗം പരന്നൊഴുകിയത്. കണ്ണന്റെ മായാവിലാസലസിതമായ യശസ് എങ്ങും വ്യാപരിപ്പിക്കാൻ മാതാവ് യശോദ തന്നെ സാക്ഷീഭൂതയായി. ശ്ലോകം 5. വീതമാർഗപരിമാർഗിതം വൃഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുഹൃദിന്യുലൂഖലേ ദീയമാനനവനീതമോതവേ. ഒരിക്കൽ കൂടി. വേദമാർഗപരിമാർഗിതം വൃഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുഹൃദിന്യുലൂഖലേ ദീയമാനനവനീതമോതവേ. വേദമാർഗ പരിമാർഗിതം, വേദങ്ങളിൽ വേദമാർഗങ്ങളിൽ അന്വേഷണം ചെയ്യപ്പെടുന്ന, വിചിന്തനം ചെയ്യപ്പെടുന്ന ഋഷാ ത്വാം അവിക്ഷ്യ, അങ്ങയെ കാണാഞ്ഞിട്ട് കോപത്തോടെ, പരിമാർഗയന്തി അസൗ, അന്വേഷിക്കുന്നവളായ ആ, സംതദർശ, ദർശിച്ചു, സുഹൃദിനി, സുഹൃദിനിയായ ആ അമ്മ യശോദ, ഉലൂഖലേ, ഉരലെന്മേൽ, ഓതവേ, പൂച്ചയ്ക്ക്, ദീയമാനം നവനീതം, പുതുവെണ്ണ കൊടുക്കുന്നവനായി. ശ്ലോകാർത്ഥം: വേദോപനിഷത്തുക്കളിൽ അന്വേഷണം ചെയ്യപ്പെടുന്ന ഹേ ഭഗവാനെ, ശ്രീഹരേ, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയെ അന്വേഷിച്ച് കാണാഞ്ഞ് കോപിച്ച് ആ പുണ്യവതിയായ അമ്മ യശോദ പിന്നെ പൂച്ചയ്ക്ക് ഉരലിന്മേൽ വെച്ച് വെണ്ണ നൽകുന്ന കൃഷ്ണ അങ്ങയെ കണ്ടെത്തി. ശ്ലോകം 6. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ. ഒരിക്കൽ കൂടി. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ. ത്വാം പ്രഗൃഹ്യ ബധ, ആശ്ചര്യം, ഹേ ഉണ്ണിക്കണ്ണ, അങ്ങയെ പിടിച്ച്, ഭീതിഭാവന, അമ്മയെ ഭയമുണ്ടെന്ന് ഭാവിക്കുന്ന, ബാസുരാനന സരോജം, ശോഭ ഇയലുന്ന മുഖാരവിന്ദത്തോടു കൂടിയ, ആശു സ രോക്ഷരൂക്ഷിതമുഖി, ഉടനെ കോപം പൂണ്ട മുഖത്തോടു കൂടിയ ആ യശോദ, സഖീപുരോ, തോഴിമാരുടെ മുമ്പിൽ വെച്ച്, ബന്ധനായ രശനാം ഉപാദതേ, ബന്ധിക്കുന്നതിന് കയറിനെ എടുത്തു. ശ്ലോകാർത്ഥം: ക്രോധം കൊണ്ട് രൂക്ഷിത മുഖിയായ ആ യശോദ ഭയം ഭാവിക്കുന്ന ശോഭനമായ മുഖാരവിന്ദത്തോടുകൂടിയ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ ബന്ധിക്കുവാൻ തോഴിമാരുടെ മുമ്പിൽ വെച്ച് ഒരു കയറിനെ എടുത്തു. കഷ്ടം. ശ്ലോകം 7. ബന്ധുമിച്ഛതിയമേവ സജ്ജനാ സ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷതാ. ഒരിക്കൽ കൂടി. ബന്ധുമിച്ഛതിയമേവ സജ്ജനാ സ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷതാ. ബന്ധും ഇച്ഛതി യം ഏവ സജ്ജനഃ,
സജ്ജനങ്ങൾ ഏതൊരുവനെ ബന്ധുവാക്കാൻ ഇച്ഛിക്കുന്നുവോ തം ഭവന്തമയി, അല്ലയോ ഹേ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ, ബന്ധും ഇച്ഛതി സാ, ബന്ധനസ്ഥനാക്കാൻ ഇച്ഛിക്കുന്ന ആ യശോദ, നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ, വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അഖിലം അവയ്ക്കെല്ലാം ദ്വി അങ്കുലം 2 അങ്കുലം ഊനം കില ഐഷധ, നീളം കുറവാണെന്ന് കണ്ടുവത്രേ. ശ്ലോകാർത്ഥം: അലയോ കൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, ഏതൊരുവനെ സജ്ജനങ്ങൾ എപ്പോഴും ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഭഗവാനെ ബന്ധനസ്ഥനാക്കാൻ ആഗ്രഹിക്കുന്ന അവൾ, ആ യശോദ, വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അപ്പോഴെല്ലാം അവയ്ക്കെല്ലാം തന്നെ 2 അങ്കുലം നീളം കുറവുള്ളതായി കണ്ടു. ഭഗവാനുമായി ബന്ധമുണ്ടാക്കാൻ ഭക്തിയുടെ അർപ്പണത്തിന്റെ പാശം കൊണ്ട് മാത്രമേ കഴിയൂ. മറ്റെന്തു മാർഗങ്ങളിലും അതിന് 2 അങ്കുലത്തിന്റെ ഊനം, അതായത് കുറവ് ഉണ്ടാകും. ഭാഗവതവും ശ്രീമദ് നാരായണീയവും ഉടനീളം ഈ ഭക്തി മാഹാത്മ്യവും ഉപാസനോന്മുഖതയും വർണ്ണിക്കുന്നു. ഭഗവാനോടുള്ള ഭക്തി സമർപ്പണ ഭാവങ്ങളുടെ 2 അങ്കുലങ്ങൾ നമ്മിൽ കുറഞ്ഞു പോയാൽ ഭഗവാൻ നമുക്ക് അപ്രാപ്യനായിരിക്കും. മതത്തെ ത്യജിക്കുക, ഭഗവത് തൃപാദങ്ങളെ ശരണം പ്രാപിക്കുക. ഭഗവാൻ നമ്മിൽ പ്രീതനാകും. ശ്ലോകം 8. വിസ്മിതോത്സ്മിതസഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യകോകരേ ബന്ധമേവ കൃപയാന്വമന്യഥാക. വിസ്മിതോത്സ്മിത, വിസ്മിത പ്ലസ് ഉസ്മിത, വിസ്മയം കലർന്ന പുഞ്ചിരിയോടെ, സഖിജനെ ഈക്ഷിതാം, തോഴിമാർ നോക്കി നിൽക്കേ, സിന്ന സന്നവപുഷം നിരീക്ഷ്യതാം, നനഞ്ഞ് തളർന്ന ശരീരത്തോടുകൂടിയ അവളെ, യശോദയെ, വിയർപ്പുകൊണ്ട് നനഞ്ഞും ഓടി നടന്ന് പരിശീണിച്ചും തളർന്ന ശരീരത്തോടുകൂടിയായ അവളെ, ആ മാതാവിനെ ദർശിച്ച് നിത്യമുക്തവപുർ അഭി അഹോ ഹരേ, ഹേ ഹരേ, അങ്ങ് നിത്യമുക്തമായ ശരീരം ഉള്ളവനാണെങ്കിലും ബന്ധം ഏവ കൃപയാ അന്വമന്യത, ബന്ധനസ്ഥനാക്കാനാണെങ്കിലും കാരുണ്യവാനായി അനുവദിച്ചു. ആശ്ചര്യം. ശ്ലോകാർത്ഥം: ഹേ ഹരയേ, ആർത്തിവിനാശന, അത്ഭുതം കലർന്ന പുഞ്ചിരി തൂകിക്കൊണ്ട് തോഴിമാർ നോക്കി നിൽക്കെ, വിയർത്ത് നനഞ്ഞ് തളർന്ന ശരീരമുള്ള ആ മാതാവിനെ കണ്ടിട്ട് നിത്യമുക്തവഭുവായ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കാരുണ്യപൂരിതനായി തൻ്റെ ബന്ധനത്തിന് ആ അമ്മയ്ക്ക് അനുമതി നൽകി. ആശ്ചര്യം തന്നെ. ശ്ലോകം 9. സ്തീയതാം ചിരമുലൂഖലേഖലേദി ആഗതാ ഭവനമേവ സായദാ പ്രാക്കുലൂഖലബിലാന്തരേ തദാ സർപ്പിരർപ്പിതമദന്നവസ്ഥിതാഃ. സ്തീയതാം ചിരമുലൂഖലേഖലേദി ആഗതാ ഭവനമേവ സായദാ പ്രാക്കുലൂഖലബിലാന്തരേ തദാ സർപ്പിരർപ്പിതമദന്നവസ്ഥിതാഃ. സ്തീയതാം ചിരം ഉലൂഖലേ ഖലേ. ഏയ് വികൃതിക്കുട്ട, നീ അല്പനേരം ഈ ഉരലിൽ ബന്ധനസ്ഥനായി ഇരിക്കൂ. ഇതി ആഗതാ ഭവനം ഏവ സാ യഥാ. ഇങ്ങനെ പറഞ്ഞ് അവൾ വീട്ടിലേക്ക് തന്നെ എപ്പോൾ പോയിയോ
പ്രാഗ് ഉലൂഖല ബിലാന്തരേ തഥാ. അപ്പോൾ മുമ്പ് ആ ഉരലിനകത്ത് സർപ്പിൻ അർപ്പിത അധൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണ എടുത്ത് ഭക്ഷിച്ച് അവ സ്ഥിതി ചെയ്തു, ഇരുന്നു, സ്ഥിതി ചെയ്തു. ശ്ലോകാർത്ഥം: ഏയ് വികൃതിക്കുട്ട, നീ അല്പനേരം ഈ ഉരലിൽ ബന്ധനസ്ഥനായി ഇരിക്കൂ എന്നിങ്ങനെ പറഞ്ഞ് യശോദ എപ്പോഴാണോ വീടിനകത്തേക്ക് പോയത്, അപ്പോൾ ആ ഉരലിനകത്ത് മുമ്പേ സൂക്ഷിച്ചിരുന്ന വെണ്ണ എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ഉരൽ ബന്ധനസ്ഥനായി ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ കഴിഞ്ഞു. ശ്ലോകം 10. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയദക്കിമു സപാശയാനയാ ഏവമാദിതി വിജൈരഭീഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗദാദ്. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയദക്കിമു സപാശയാനയാ ഏവമാദിതി വിജൈരഭീഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗദാദ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യതി അപാശ്യ സുഖമോ വിഭോ ഭവാൻ. ഹേ വിഭുവായ ഭഗവാനെ, അങ്ങ് അപാശന്മാർക്ക്, ആശയൊന്നുമില്ലാത്തവർക്ക് മാത്രം സുഖമനാണ്, പ്രാപ്യനാണ് എങ്കിൽ സംയത കിമു സപാശയാ അനയാ. സപാശയായ പാശം കയ്യിലെടുത്ത അവൾക്ക്, ആ യശോദയ്ക്ക് എങ്ങനെ സംയതനായി, എങ്ങനെ ഭഗവാനെ അങ്ങേ ബന്ധിക്കാനായി? ഏവം ആദിദിവിജൈർ അഭിഷ്ടുതോ എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട വാദനാഥ ശ്രീ ഗുരുവായൂരപ്പ പരിപാഹി മാം ഗദാദ്. അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് പരിരക്ഷിക്കണമേ. ശ്ലോകാർത്ഥം: ഭവാൻ ആഗ്രഹമൊന്നുമില്ലാത്തവർക്ക് മാത്രമേ സുഖമനാകൂ എങ്കിൽ ഈ പാശവുമായി വന്ന ഇവളാൽ എങ്ങനെ അങ്ങ് ബന്ധിക്കപ്പെട്ടു എന്നും മറ്റും ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഹേ സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രോഗങ്ങളിൽ നിന്ന് പരിരക്ഷിക്കണമേ. ഇവിടെ അപാശ എന്നാൽ ലൗകിക സുഖപ്രാപ്തിയിൽ ഒന്നും തന്നെ താല്പര്യമില്ലാത്തവൻ എന്നാണ് വിവക്ഷ. ലൗകികാസക്തി വെടിഞ്ഞ് വൈരാഗ്യമതിയായ യോഗീവര്യന്മാർക്ക് പ്രാപിക്കാൻ സുഖമനാണ് ഭഗവാൻ. ആശാപാശവുമായി സമീപിക്കുന്നവർക്ക് അപ്രാപ്യനും. യശോദ പാശവുമായാണ് ഭഗവാനെ ബന്ധിക്കാൻ വന്നത്. ആദ്യമൊക്കെ ആ ഉദ്യമത്തിൽ അഹംഭാവം ഉണ്ടായിരുന്നു, ഞാൻ കെട്ടിക്കളയുമെന്ന വിശ്വാസം. പിന്നെ എടുത്ത പാശത്തിനൊന്നും വേണ്ട നീളം ഭഗവാനെ ബന്ധിക്കാനില്ലെന്ന് കണ്ട് വിയർത്ത് വിവശയായി ആശയറ്റ യശോദ തളർന്നവശയായി. ആ അമ്മയെ കണ്ടപ്പോൾ ഭഗവാൻ കാരുണ്യപൂരിതനായി. ആ അമ്മയുടെ കയറോ വെറും സ്നേഹപാശമായി മാറി ഭഗവാൻ ഭക്തയ്ക്ക് വശംവദനുമായി. അങ്ങനെ അമ്മയുടെ സ്നേഹപാശത്തെ ധരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാമോദരനായി. ദാമം ഉദരത്തിൽ ധരിച്ചവൻ ദാമോദരൻ എന്ന അർത്ഥത്തിൽ ദാമോദരനായി കീർത്തിക്കപ്പെടുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.